ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ പരിപാടിയല്ല, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലാണ്. അപ്പം തോരനൊക്കെ വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഇതിനിടയിൽ രാവിലെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നു, മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം തോരൻ വെക്കാന്ന് വിചാരിച്ചു, ബീൻസ് തോരൻ. കുറച്ച് ദിവസമായി ബീൻസ് വാങ്ങി വെച്ചിട്ട് ഇതുവരെ വെച്ചില്ല. അപ്പം അരിയൊക്കെ ഇടപ്പിലിട്ടു, കുക്കറില്. ഇപ്പൊ തോരനൊക്കെ വെക്കണം. മീൻ വാങ്ങിക്കൊണ്ട് വച്ചിട്ടേ ഉള്ളൂ, അതിന് വെട്ടിയെടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. കുറച്ചേറെ പണിയുണ്ട്. ഞാന് ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത്. കുറച്ച് കടുക് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ബീൻസും പച്ചമുളക്, ഉള്ളി, തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ തേങ്ങ ചതയ്ക്കാനൊന്നും പോകത്തില്ല, ചതച്ചിടുന്നുണ്ട്. ഇന്ന് സമയത്തിന്റെ പരിമിതികൾ കാരണം പെട്ടെന്ന് ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി വയ്ക്കും. ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ അന്നേരം തന്നെ ബീൻസിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുവേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മീൻ മേടിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, മീൻ കാണിക്കാവേ. ഇതാണ് മീനെ. പിന്നെ ഞങ്ങള് കോര, ചുമന്ന കോര അങ്ങനെയൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. കിളിമീൻ അതിന്റെ നടുവിലൂടെ ഒരു ലൈൻ പോലെ ഉണ്ട്. കിളിമീൻ വേറെയാണെന്ന് തോന്നുന്നു. ഇതിന് ചുമന്ന മീനെന്നൊക്കെയാ പറയുന്നത്. ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടെന്നറിയോ? ഇത് ഒരു 2-2.5 കിലോ അടുപ്പിച്ചുണ്ട്. നമുക്കിവിടെ മീൻ കിട്ടുന്നത് തൂക്കിയല്ല, നമ്മുടെ നാട്ടിലെ പോലെ തൂക്കിയല്ല തരുന്നത്. ഗുജറാത്തിലെ ഇവിടെ നമുക്കിങ്ങനെ പണ്ടൊക്കെ നമ്മളെ വിൽക്കത്തില്ലായിരുന്നു, ഇങ്ങനെ വെച്ചിട്ട് 50 രൂപ 100 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് വിൽക്കത്തില്ലായിരുന്നു. ഇപ്പോഴല്ലേ തൂക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാണ്. നാട്ടില് നമ്മൾ പണ്ടെങ്ങനെ വാങ്ങി അതുപോലൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ അടുത്തൊരു കടയിൽ തൂക്കി നോക്കിയേ. അപ്പൊ 2.300 വെയിറ്റ്. അപ്പം ഇതിന് ഏകദേശം നാട്ടിൽ എത്ര രൂപ വില വരും? നാട്ടില് പിന്നെ നിങ്ങളൊക്കെ എവിടെയാണോ അവിടെയൊക്കെ എന്ത് വില വരും ഇതിന്? ഞാനിത് വെറും 120 രൂപയ്ക്കാണ് വാങ്ങിയത്. കേട്ടാ വിശ്വസിക്കുവോ? 120 രൂപയേ ഉള്ളൂ ഈ മീനിന്, ഇത്രയും മീനിന്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എത്ര രൂപയാണ് എന്നൊക്കെ പറയാം. നാട്ടിലെന്തായാലും ഈ വിലക്ക് കിട്ടില്ല എന്ന് ഉറപ്പാ. 300 രൂപയൊക്കെ അല്ലേ കുറഞ്ഞത് മീൻ വാങ്ങണമെങ്കിൽ. അപ്പം എത്ര രൂപയാണെന്ന് പറയണേ. അപ്പൊ ഞാൻ ഇതിന്റെ പണിയില്ല. ഇനി ഇത് വെട്ടിക്കഴുകി ഇത് ക്ലീനാക്കി വെക്കണം. അപ്പം ഞാനിങ്ങനെ ആഴ്ചയിൽ പോയാണ് മീൻ വാങ്ങുന്നത്. ആഴ്ചയിലെന്നുള്ള സമയം കിട്ടുമ്പോൾ പോകും. പക്ഷെ എനിക്ക് ഇപ്പം ഇടവിട്ടേ പോകാൻ പറ്റുമോ? അപ്പൊ ഇനി ഞാൻ ഈ മീനൊക്കെ വെട്ടി വൃത്തിയാക്കട്ടെ. മീൻ കാണിക്കാൻ പോയി അതിൻ്റെ ഇടയിലെല്ലാം തോരനൊക്കെ റെഡിയായി കേട്ടോ. തോരൻ റെഡിയായി. ചോറ് കുക്കറിൽ ഇഞ്ഞത് അതിന്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ അത് ഊറ്റിയെടുക്കണം. തോരനൊക്കെ കണ്ട സെറ്റായി. മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി ഇതൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഇവിടെ കുറച്ച് മീൻ എടുത്ത് വെച്ച് ഞാൻ ഇന്ന് കറി വെക്കാനുള്ള മീനായിട്ട്. അങ്ങനെ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞപ്പോ ഇത്രയുണ്ട്. അപ്പം ഇത് ഞാനിപ്പോ കറി വെക്കും. ഇത് 2 എടുത്ത് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്ത് വെക്കുവേ.
ഇത് വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കും. അന്നേരം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. എടുക്കുമ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത പോലെ ഒരു തോന്നത്തില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത്രയും മീനാണുള്ളത്. നല്ല സെറ്റാക്കിയൊക്കെ വെച്ചേക്കുന്ന കണ്ടോ. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. കണ്ടോ, എല്ലാ ഡിഷിനകത്ത് മീനിനകത്ത് എല്ലാം ഞാൻ വെള്ളം പിടിച്ച് വെള്ളം നിറച്ച് വെച്ച്, നിറച്ചില്ല, ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച്. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുക്കാം. ഇപ്പം മീനൊക്കെ വൃത്തിയാക്കി വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ വെച്ചു. കറി വെക്കാനുള്ളത് മാറ്റി വെച്ചു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് കണ്ടോ, നിങ്ങളെൻ്റെ മൈക്ക് കണ്ടോ, സൗണ്ട് ഇല്ലാന്ന് എല്ലാവരും പറഞ്ഞു. സൗണ്ട് കുറവാണ്. അപ്പം ഞാനൊരു മൈക്കൊക്കെ മേടിച്ചു. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.